നമ്മുടെ ഉമ്മയുടെ മരണാനന്തരം ഉമ്മ മരണപ്പെടുകയും വാപ്പ ജീവിച്ചിരിക്കുകയും ചെയ്തൊരവസ്ഥയാണ് എങ്കിൽ ഒരു കാരണവശാലും വാപ്പാക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ നിർബന്ധിക്കണമെന്നല്ല പറയുന്നത്, താല്പര്യപ്പെടുത്തണമെന്നുമല്ല പറയുന്നത്. അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ആയി വന്നാൽ വാപ്പാനെ പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് കടത്തിവിടാനുള്ള വഴി നമ്മൾ തുറന്നു കൊടുക്കലാണ് എപ്പോഴും ഹൈർ. കാരണം നമ്മുടെ ഭാര്യമാരെ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഈ പുതുതലമുറയിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ചില ലിമിറ്റേഷൻസുകളുണ്ട്. അത് അവർക്കും അറിയാം. ഈ പഴമക്കാർക്ക് അവരുടേതായ ചില നിർബന്ധവും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വാപ്പമാരൊക്കെ ചിലപ്പോൾ അർദ്ധരാത്രിയിൽ കട്ടൻ ചായ കുടിക്കുന്നവരാകും. അവരെ വസ്ത്രം ചിലപ്പോൾ കാലിന് വേദനയൊക്കെ വരുമ്പോൾ തൈലം പുരട്ടുന്നവരൊക്കെ ആയിരിക്കും. അത് ഭാര്യയായിരിക്കും ഭൂതകാലത്ത് പുരട്ടി കൊടുത്തിട്ടിരുന്നത്. അപ്പം അത് ചെറുമക്കളോടോ മക്കളോടോ മരുമക്കളോടോ ഒക്കെ പറയുന്നതിന് പരിമിതിയുണ്ട്. അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ ഈ മരുമക്കളോട് പറയുന്നതിനകത്ത് അവർക്കും ചില വിഷമങ്ങളും സങ്കടങ്ങളുണ്ട്. അവരോട് എങ്ങനെ പറയും? അവർ ഇനി മരുമക്കൾ ഇനി രാത്രി സമയത്ത് ചായ ഇട്ട് കൊടുക്കാൻ അവർ തയ്യാറാണ്, വസ്ത്രം എടുത്ത് കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ പോലും അവരോടത് പറയാനുള്ളൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. ഈ നമ്മുടെ വാപ്പന്മാരുടെയൊക്കെ ലോകം പലരുടെയും ഉമ്മയായിരുന്നു. സത്യത്തിൽ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. പലരും പറയാറുണ്ടത്. നമ്മുടെ അല്ലെങ്കിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കെ നമ്മൾ മരിച്ചവരായിരിക്കും. നമ്മൾ കബറിലകപ്പെട്ട അവസ്ഥയായിരിക്കും. പലരുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു മൂഢമായ ജീവിതം. കാരണം എന്ത് തുറന്നു പറയാൻ ഒരാളുണ്ടായിരുന്നു. തൻ്റെ ആവശ്യങ്ങളെല്ലാം പറയാൻ ഒരാളായിരുന്നു. കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു. ഭാര്യ മരണപ്പെട്ടതിന് ശേഷം എന്നോടൊരാൾ സങ്കടം പറഞ്ഞാണ്. ഞാനിത് നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം തന്നെ ഇന്നൊരാളെ പരിചയപ്പെട്ടു. തിരുവല്ലക്കാരന്. അയാൾക്ക് സ്വന്തമായിട്ട് 5 വീട് വാടക കൊടുക്കുന്നു. പിന്നെ 11ഓളം കടമുറികളുണ്ട്. ഏകദേശം 2-3 ലക്ഷം രൂപ വാടക ഇനത്തിൽ മാത്രം കിട്ടും. പക്ഷേ ഒരു ദിവസം പോലും സമാധാനമില്ല, ഒരു സന്തോഷമില്ല. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഒരു രോഗാതുരനായ അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ മനസ്സുറന്ന് ചോദിച്ചു, പറഞ്ഞു, എൻ്റെ ഭാര്യ എൻ്റെ സമീപത്ത് നിന്ന് അവളായിരുന്നു എൻ്റെ എല്ലാ സൗഭാഗ്യത്തിൻ്റെയും നിധാനം അവളായിരുന്നു. അവൾ പോയതിനു ശേഷം എനിക്കൊരു വല്ലാത്തൊരു ഇരുണ്ട അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, രണ്ടാമതൊരു വിവാഹം രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന്, എൻ്റെ ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ മക്കൾ ചില സൂചനകൾ തന്നു. കാരണം അവർ ഭയപ്പെടുന്നത് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളൊക്കെ ഒരാൾക്ക് കൂടി പങ്ക് ഷെയർ വരികയാണല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമം. നമുക്ക് ഈ സ്വത്തിനേക്കാളും ഒക്കെ നമ്മുടെ വാപ്പയാണ് ഏറ്റവും വലിയ സ്വത്ത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമുക്ക് മക്കളുണ്ടല്ലോ, നമ്മളവരുടെ വാപ്പയാണല്ലോ. നമുക്ക് എല്ലാം സ്വിച്ചിട്ടാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന അത്രയും അത്യാധുനികമായ ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസപ്പെട്ട് ജീവിച്ചവരാണ്, നമ്മളെ വളർത്തിയവരാണ് വാപ്പ ഉമ്മയൊക്കെ. അപ്പോൾ ആ വാപ്പ അവരിപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ആധുനിക യുഗത്തോട് അവർ പൊരുത്തപ്പെട്ട് അവർക്ക് സർവൈവൽ ചെയ്യാൻ കഴിയില്ല. അവരങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഒരു മൊബൈൽ തന്നെ അവർ ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വാപ്പമാർ നമ്മളെ വളർത്തിയവരാണ്. അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ ആക്കി തന്നത്. നമ്മൾ ഈ ആസ്വാദന സുഖങ്ങൾ മുഴുവനും അനുഭവിക്കാൻ കാരണം അവരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നേ. വാപ്പയല്ലേ, ജന്മം തന്നെയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വാപ്പയല്ലേ, നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? വേണ്ട, നിങ്ങൾ ചിന്തിക്കുക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, ചെയ്യണമല്ലോ, അങ്ങനല്ലേ അല്ലേ? നമ്മൾ പറയുന്നത് എന്താ, അവർക്ക് സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്തുകൂടെ, എന്തിനാ ഒക്കെ നമുക്ക് പറയാം. ഈ ഏറ്റവും മനോഹരമായിട്ട് ജീവിച്ചിട്ടുള്ളത് നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് വണ്ടിയുണ്ട്, സുന്ദരിയായ ഭാര്യയുണ്ട്, അവർക്ക് സ്വർണ്ണമുണ്ട്, ധാരാളം മക്കളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. മനസ്സമാധാനം ഉണ്ടാ? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സമാധാനം ഉണ്ടാ? നമുക്കെല്ലാം ഉണ്ട്. എത്രയും ആളുകളെ ഞാൻ ദിനം പ്രതി കണ്ടുമുട്ടുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും മനസ്സിൻ്റെ സമാധാനമില്ല. പള്ളി വന്ന് കിടക്കുന്നു. മാസം 50-60,000 രൂപ ശമ്പളം മേടിക്കുന്ന സർക്കാർ ജോലിക്കാരൻ പള്ളി വന്ന് കിടക്കുന്നു. എന്തുകൊണ്ട്? വീട്ടിലെ ബുദ്ധിമുട്ടും വീട്ടിലെ ഭാര്യയും ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കാരണം മനസ്സമാധാനം ഇല്ലാതെ പള്ളി വന്ന് കിടക്കുന്നു. നമ്മളൊക്കെ ചിന്തിക്കണം. അപ്പം പഴയ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. നമ്മുടെ ഉമ്മയാണെങ്കിലും നമ്മുടെ വാപ്പയാണെങ്കിലും എത്രത്തോളം അദമ്യമായ സ്നേഹത്തിൽ ജീവിച്ചിരുന്നു. അവരെത്രയോ പിരിശത്തിൽ അവരൊക്കെ ജീവിച്ചിരുന്നു. ഇന്നും ആ പഴമക്കാരല്ലേ ഏറ്റവും മനോഹരമായി ജീവിച്ചിട്ടുള്ളൂ. ഇന്നത്തെ അവസ്ഥയോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ ഭാര്യമാരും നമ്മളൊക്കെ തമ്മിലുള്ള പകുതി നീ ചെയ്യും പകുതി ഞാൻ ചെയ്യും, അങ്ങനെയാണ് ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാന സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പറഞ്ഞു മനസ്സിലായില്ലേ? ആ പഴമയും ഇല്ലല്ല, ഞങ്ങൾ ആധുനിക മനുഷ്യരാണ്, ഞങ്ങൾക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എല്ലാം എൻ്റെ ജോലിയല്ല, ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല, എനിക്ക് അങ്ങനെ ഒരു ഭാര്യയായി എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കീഴ്പ്പെട്ടവരെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ, സമാധാനത്തെ ജീവിച്ചിട്ടുള്ളൂ. ഇല്ലെങ്കിൽ സമാധാനത്തെ ജീവിക്കുന്നവരെ ഒരു ഉദാഹരണം പറഞ്ഞാ, പെണ്ണും ആണും രണ്ടും മനസ്സിലാക്കേണ്ട കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടവരാ. പറഞ്ഞു മനസ്സിലായോ? പക്ഷേ ഒരാൾ മറ്റൊരാളുടെ മേൽ നിയമങ്ങൾ കൊണ്ട് ആധുനിക നിയമങ്ങൾ പറഞ്ഞ് അടിച്ചമർത്തിയാലൊന്നും ഒരിക്കലും മനസ്സമാധാനത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഈഗോ അവിടെ വർക്കൗട്ട് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ അങ്ങനെയല്ല. നമ്മുടെ വാപ്പ
ആ വാപ്പയാണ് നമുക്ക് അധ്വാനിച്ച് തരുന്നതെന്നും എൻ്റെ ഭർത്താവാണ് എനിക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് തരുന്നതെന്നുള്ള ആ ഒരു ബഹുമാന റെസ്പെക്ട് അങ്ങോട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വാപ്പയ്ക്കും വാപ്പയോടും അദമ്യമായ വിധേയത്വമായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഏറ്റവും മനോഹരമായി ഭൂമിയിൽ ഒരു പരാതിയില്ലാതെ അവർ ജീവിച്ച് മരിച്ചു പോയില്ലേ? ഞാൻ ഈ കൂട്ടത്തിലതൊക്കെ പറഞ്ഞുള്ളൂ. ഇതിൽ ഞാൻ പറഞ്ഞതിനാകത്തുക നമ്മുടെ വാപ്പാക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ നമ്മൾ തടസ്സം നിൽക്കരുത്. സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. അവർക്ക് ചില താല്പര്യങ്ങളോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ആഗ്രഹങ്ങൾക്ക് നമ്മൾ വിലങ്ങുതടിയാവരുത്. അങ്ങനെ വിലങ്ങുതടിയായാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ നമ്മുടെ വാപ്പാനെ കാണേണ്ടി വരും. പത്തനംതിട്ടയിൽ നടന്ന കൊലപാതകത്തിൻ്റെ സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്തുകൊണ്ടാണ്? ഭാര്യ മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ അപഹരിച്ചു. അദ്ദേഹത്തിന് ആഗ്രഹങ്ങളൊന്നും നടക്കാതെ വന്നു. അദ്ദേഹത്തിന് ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ എനിക്ക് ജീവിതമില്ലെങ്കിൽ ഇനി ഇവിടെ വേറെ ആൾ ജീവിക്കണ്ട എന്ന തീരുമാനമാണ് അവസാനം കൊലക്കത്തിയിലേക്ക് എത്തിച്ചത്. നമ്മുടെ വാപ്പമാരൊന്നും അങ്ങനെ ആവുന്നല്ല പറഞ്ഞത്. എന്നിരുന്നാലും അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് വിടരുത്. അവർക്ക് എല്ലാ വാപ്പമാർക്കും താല്പര്യം കാണത്തില്ല. എന്നിരുന്നാൽ തന്നെയും താല്പര്യമുണ്ട് എന്ന് തോന്നിയാൽ സ്വത്ത് പങ്കിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് വാപ്പാക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിന് നമ്മൾ തടസ്സമാകരുത്. അല്ലാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, സന്തോഷമുള്ള ജീവിതം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.